ഞങ്ങൾ ചിന്മയ വിദ്യാലയ കൊല്ലത്തിനെ കുറിച്ചൊരു ടൂർ പോലെ ഒരു എന്തുവാ ഞങ്ങൾ ചുമ്മാ വ്ലോഗ് ചെയ്യാൻ പോവാം. ഇവിടെ ഗണപതിയാണ് പ്രതിഷ്ഠ. ഞങ്ങളുടെ എക്സാംസിന് മുന്നേ നമ്മൾ എപ്പോഴും വന്ന് ഒരു ആശ്രയമാണെന്ന് പറയാം. ഹിഡൻ ടാലൻസിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. ശരി, മലയാളം പറഞ്ഞാലും മിസ് ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവികളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ CS പിള്ളേർ ഇവിടെ വരാറുണ്ട്. നമ്മുടെ സ്കൂൾ സൂപ്പർ അല്ലേ? പിന്നെ നൈസ് അല്ലേ? ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തം കാണാം. കുട്ടികളുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ലി ആണ്. കുട്ടികൾക്ക് അതുപോലെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലല്ല. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ, ചിന്മയ വിദ്യാലയ കൊല്ലം. വലിയ സ്കൂളൊന്നും അല്ല, പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഒരു വലിയൊരു അസറ്റാണ്. ഹായ് ഗൈസ്, ഹരിയോ, ഞാൻ ദേവിക രതീഷ്. ഐ മാർഷ. ഞങ്ങൾ ചിന്മയ വിദ്യാലയ കൊല്ലത്തിനെ കുറിച്ചൊരു ടൂർ പോലെ ഒരു എന്തുവാ ഞങ്ങൾ ചുമ്മാ വ്ലോഗ് ചെയ്യാൻ പോവാം. ഞങ്ങൾ കുറേ ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെടുത്തും, കുറേ സ്പോർട്സ് ഞങ്ങൾ പരിചയപ്പെടുത്തും, പിന്നെ ചുമ്മാ ഞങ്ങളുടെ ഒരു ടോക്കൊക്കെ പോലെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾ അതാ പരിചയപ്പെടുത്താൻ പോകും. വൈബാണ് ഇവിടെ. എന്താ ചെയ്യാനാ? ബാ ഫസ്റ്റ് എവിടെ പോകാം? ഫസ്റ്റ് അവിടെ പോകണം. നമുക്ക് അമ്പലം കാണിക്കാം. അമ്പലത്തിലോട്ട് പോകാം. ഹായ് അങ്കിൾ. ഹായ്. ഹലോ മിസ്. അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. യെസ്, ഐശ്വര്യത്തോടെ. നീ എപ്പോഴും കയറാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എക്സാം ഉള്ളപ്പോൾ സ്ഥിരം. അത് തന്നെ പറയണ്ടല്ലോ. അതാ ഒരനുഗ്രഹം. എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ? കേറാം. അയ്യോ. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അമ്പലം. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഇവിടെ ഗണപതിയാണ് പ്രതിഷ്ഠ. ഞങ്ങളുടെ എക്സാംസിന് മുന്നേ നമ്മൾ എപ്പോഴും വന്ന് ഒരു ആശ്രയമാണെന്ന് പറയാം. അതെ. ഒന്നും പഠിച്ചില്ലെങ്കിൽ അങ്ങോട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് എന്തേലും ഒരു ഇച്ചിരി അങ്ങോട്ട്. നമുക്ക് പോവാം. ഞങ്ങളുടെ മെയിൻ ബിൽഡിങ്ങിലോട്ട് പോവാണ്. പണ്ടൊട്ടേ ഉള്ള മെയിൻ ബിൽഡിംഗ് ആണ്. നമ്മൾ ചിന്മയ എന്ന് പറയുമ്പോൾ തന്നെ ആ ബിൽഡിംഗ് ആണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ അവിടെ. ഞങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി PT പീരീഡ് നടന്നിരിക്കുക. ഞങ്ങൾ PT ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലയോ? അതെ. കളിച്ചുകൊണ്ടിരുന്ന ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഡെഡിക്കേഷൻ നോക്കണേ. അതെ. സോ ഇതാണ് ഞങ്ങളുടെ ചിന്മയ വിദ്യാലയം. ഞങ്ങളുടെ എല്ലാമായ ക്ലാസ് എല്ലാം ഉള്ള ഒരു ബിൽഡിംഗ് ആണിത്. +2 ക്ലാസ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് +2 ക്ലാസ്. ഞങ്ങൾ എടുക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അതോ പ്രിൻസിപ്പൾ മാമിനെ? പ്രിൻസിപ്പൽ മാമിനൊന്ന് കാണാം. ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിൻ്റെ റൂമിലോട്ടോ. മാം അവിടെ ഉണ്ട്, എന്തോ ജോലി ചെയ്യുക. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഓഫീസ്. യെസ്, ഇതാണ് ഓഫീസ്. ഇത് നിഷ മാം, ഞങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ റൂം. മാം കോട്ടെ വീഡിയോ ചുമ്മാ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നത്. അത് കുഴപ്പമില്ല. സുഖമാണോ? മാം ബിസിയാണോ? ജോലിയാണോ? നിങ്ങളുടെ ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ സൂപ്പറായിരുന്നു. മാം ഒക്കെ ഡാൻസ് കളിച്ചായിരുന്നു. മാം ഞങ്ങളുടെ കൂടെ സെക്കൻഡ് ഡേയില് കൂളിംഗ് ക്ലാസ് നടന്നൊന്നും ഇവിടെ പറയരുത്. അതിനൊന്നും കുഴപ്പമില്ല. നമ്മള് ടീച്ചേഴ്സ് എല്ലാം വൈബല്ലേ. എല്ലാരും പിള്ളേരെ പോലെ. നിങ്ങളെ പോലെ വൈബ് ഉള്ള കുട്ടികളുടെ ചേരുമ്പം നമ്മൾ വൈബ് ആവണ്ടേ? അതെ. അല്ലെങ്കിൽ പിന്നെ എന്തുവാ ജനറേഷൻ ഗ്യാപ്പ് വരത്തില്ലേ? മാമിന്റെ ഇവിടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഇവിടുത്തെ എക്സ്പീരിയൻസോ? വെരി ഗുഡ് എക്സ്പീരിയൻസ്. 10 years ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ്. പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരത്തില്ല, അതാ കാര്യം. ജസ്റ്റ് ഒരു സമ്മറി പോലെ സമ്മറി അല്ലേ? അപ്പം ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ശരിക്കും എനിക്ക് ഒരു പുതിയ സ്ഥലമായിരുന്നു. എൻ്റെ നാടും വീടും ഒക്കെ വിട്ട് വന്നപ്പോൾ ശരിക്കും എൻ്റെ വീടും എല്ലാം എനിക്ക് മിസ് ചെയ്തു.
അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ്, പാരൻസ് എല്ലാവരെയും വിട്ടിട്ട് വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തു. പിന്നെ അത് ഗ്രാജുവലി എൻ്റെ സ്വന്തം ഫാമിലി ഉണ്ടെങ്കിലും പക്ഷേ എന്നാലും എൻ്റെ അറ്റാച്ച്മെൻ്റ് എല്ലാം നമ്മുടെ റിലേറ്റീവ്സും മദർ ഫാദർ അവരോടൊക്കെയുള്ള ആ ഒരു ഇതായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും യൂസ്ഡ് ആയി. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ 10 years ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും എപ്പോഴും എനിക്ക് എൻ്റെ വീട് തന്നെ, എൻ്റെ നാട് തന്നെ എനിക്ക് വലുത്. കാരണം എപ്പോഴൊക്കെ എനിക്ക് ചാൻസ് കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എൻ്റെ നാട്ടിൽ പോകാറുണ്ട്, എൻ്റെ വീട്ടിൽ പോകാറുണ്ട്, റിലേറ്റീവ്സിനെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഇങ്ങനെ അങ്ങ് ഇത് ഒരു ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. രാവിലെ വരും, വൈകിട്ടാവുന്നത് അറിയത്തില്ല. അപ്പോൾ ഓരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോയാലും പിന്നെ കുക്കിങ്ങും ബാക്കി ഫുഡ് ബാക്കിയുള്ള ഇച്ചിരി ടൈം അത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോകും. അപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഹാപ്പിനെസ് കിട്ടുന്ന നമുക്ക് എപ്പോഴും നമ്മുടെ നാടും നമ്മുടെ വീടും ഒക്കെയാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വലിയ വലിയ മാറ്റങ്ങളാണ് വന്നത്. ഞാൻ അന്ന് 10 years മുന്നേ തന്നെ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ സ്കൂളായിരുന്നു. അതിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നും വലുതായിട്ട് ഇല്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ നല്ല ഇപ്പോൾ തന്നെ ഒരു പുതിയ ബിൽഡിംഗ് വന്നു കഴിഞ്ഞു. പിന്നെ ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സൊക്കെ ആണെങ്കിൽ ഒത്തിരി മാറ്റം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വന്നില്ലേ. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിനപ്പുറമായിരിക്കും ചേഞ്ചസ് വരുന്നത്. അതായത് റോഡ് മെമ്മറിക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ഇനിയിപ്പം നമുക്ക് എന്തൊക്കെ സ്കിൽസ് നമ്മുടേതായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു അതായിരിക്കും ഇത്. അല്ലാതെ കാണാതെ പഠിച്ച് നമ്മൾ എഴുതുന്ന മെമ്മറൈസ് ചെയ്ത് വയ്ക്കുന്നതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പിന്നെ അക്കാഡമിക്സിൽ മാത്രമല്ല നമ്മുടെ ടാലൻറ്റ്, അതായത് പല കുട്ടികൾക്കും പല കഴിവായിരിക്കും. ചിലർക്ക് പഠിക്കാൻ പറ്റണം എന്നില്ല, ആവറേജോ ബിലോ ആവറേജോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേറെ കഴിവുണ്ടാവും. ചിലപ്പോൾ അവർ സ്പോർട്സിൽ ബെറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഡാൻസിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടാലൻസിനെ ഹിഡൻ ടാലൻസിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ എല്ലാം, അതായത് പഠനത്തിന് മാത്രമല്ല അക്കാഡമിക്സിൽ മാത്രമല്ല ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു അവരുടെ ഏത് മേഖലയിലാണ് അവർക്ക് ടാലൻ്റ് ഉള്ളത് ആ കഴിവുകളെ കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക. സ്പോർട്സ് ആണെങ്കിലും ഫുട്ബോളാണെങ്കിലും ബാസ്കറ്റ്ബോളാണെങ്കിലും അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കും. ആ ഒരു ഫീൽഡിൽ പണ്ടൊക്കെ ഈ വൈറ്റ് കോളർ ജോബ് മാത്രമാണ്, മീൻസ് ഡോക്ടർ, എൻജിനീയർ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലോട്ടാണ് ഈ ഒട്ടും പഠിക്കാത്ത കുട്ടികളെ പോലും പാരൻസ് തള്ളിവിടുന്ന അങ്ങോട്ട്. അവർക്ക് പഠിക്കാൻ കഴിവില്ല, പക്ഷേ പാരൻസിന് എൻ്റെ ആഗ്രഹം എന്തോ അവർ ഡോക്ടറാവണം, എൻജിനീയർ ആവണമെന്ന്. പക്ഷേ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിയിട്ട് കുട്ടികളുടെ കഴിവെന്തോ സ്പോർട്സിലാണ് കുട്ടികൾക്ക് കഴിവ്, അല്ലെങ്കിൽ ആർട്സിലാണ് കഴിവ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡ്രോയിങ്ങിലാണ്, അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ടാലൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളെല്ലാം അവർക്ക് ആ ഒരു ഇതിൽ ഫീൽഡിൽ അവർക്ക് എന്തൊക്കെ ഇപ്പോൾ സ്പോർട്സിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒത്തിരി നമ്മൾ സ്പോർട്സ് മീൻസ് കോമ്പറ്റീഷൻസിന് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. പണ്ടൊന്നും അത്രയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല സ്പോർട്സിന്. അതേസമയം ഇപ്പോഴാണെങ്കിലോ സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻസ്, എവിടെയൊക്കെ കുട്ടികൾക്ക് കോമ്പറ്റീഷന് ചേർപ്പിക്കാൻ പറ്റുമോ അവിടെ എല്ലാം നമ്മൾ അവരുടെ ഓരോ ചാൻസും മിസ് ചെയ്യാതെ അവരെ നമ്മൾ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിന് വരുന്ന ഒരു റിസൾട്ടും നമുക്ക് അങ്ങനെ കിട്ടുന്നു. കുട്ടികൾ മിക്കവാറും ഒക്കെ സ്പോർട്ട് ഐറ്റത്തിലൊരു 10-20-30 സ്കൂൾസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു മിനിമം ഒരു 3rd പ്രൈസ് എങ്കിലും കിട്ടാതെ വരത്തില്ല. അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു കൊടുക്കുന്നതിനുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കുറച്ച് കൂടുതൽ സ്പോർട്സ് ആയാലും ഡാൻസ് ആയാലും ആർട്ട് ഫോം ആയാലും ഏതായാലും അക്കാഡമിക്സ് അല്ലാതെ ബാക്കിയുള്ള കുട്ടികളുടെ ടാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക. അതിനുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ പണ്ടൊക്കെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും പേരിന് മാത്രമായിരുന്നു ഗ്രൗണ്ട്. മീൻസ്
എല്ലാം വെറ്റ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളതെല്ലാം ഇത് കറക്റ്റാക്കി എടുത്ത് കറക്ഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ഏത് ഇപ്പോൾ റെയിനി സീസണിലായാലും നമുക്ക് പ്ലേ ഗ്രൗണ്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളാക്കി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഏത് ടെക്നോളജിക്കലി ആയാലും നമുക്ക് ഇപ്പം ഇന്ന് തന്നെ റോബോട്ടിക് ലാബിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളാണിത്. അപ്പോൾ അവർക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഈ അവസരമെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കുട്ടികളായ നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നു. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എക്സ്പ്ലോറിങ്. ഓക്കെ, ഇറ്റ് ഇനഫ് ഫോർ യു? ഇതാണ് മാം പറഞ്ഞതാണ് ഞങ്ങളുടെ ചിന്മയ വിദ്യാലയ കൊല്ലത്തിൻ്റെ ലൈക്ക് ഒരു ഒബ്ജക്റ്റീവ് എന്ന പോലെ. ഇവിടെ ശരിയാണ്, ഇവിടെ സ്പോർട്സിനും പിന്നെ ഈ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ വന്ന ആ ഒരു ടൈം മുതലേ തന്നെ എന്നെ പാട്ട് പാടാനായാലും ഡാൻസ് കളിക്കാനായാലും സ്പോർട്സിനായാലും എല്ലാത്തിനും വിളിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് അതെന്ന് പറയുമ്പോൾ എനിക്കൊരു ഡിസ്ട്രാക്ഷൻ പോലെ സ്റ്റഡീസിൽ നിന്ന് ഒരു ഇച്ചിരി നേരം ഇന്നോട്ട് മാറ്റി വെക്കുക എന്നുള്ള ഭയങ്കര ഒരു റിലീഫാണ്. എല്ലാം കവർ ചെയ്ത് പോകുമ്പോഴത്തേനും ഇടയ്ക്ക് കുറച്ച് സ്പോർട്സ് ഡാൻസ് ആണെങ്കിലും എന്തോ ആണെങ്കിലും ഭയങ്കര ഒരു റിലീഫാണ് അത് സ്റ്റുഡൻസിന്. ഇപ്പോൾ വരും ഇയേഴ്സിൽ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ സ്കൂളിൽ നിന്നുണ്ടാവും. താങ്ക് യു. ഈ സെയിം ഫ്ലോറിൽ തന്നെയാണ് കമ്പ്യൂട്ടർ ലാബ്. സോ ആക്ച്വലി ഞാൻ +2 CS ആണ്. അപ്പം ഞങ്ങളുടെ സ്വന്തം ലാബ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ IP സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്കും ലാബ് ഒക്കെ ഉണ്ട്. സോ അവർക്ക് മാത്രമായിട്ടല്ല, IPക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്? ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞങ്ങളും പൈതം പഠിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ ലാബ് ഓക്യുപ്പൈഡ് ആണ്. സോ ദിസ് ഈസ് അവർ കമ്പ്യൂട്ടർ ലാബ്. ഇവരുടെ എല്ലാമായ ക്ലാസ്. അതെ, ഞങ്ങളുടെ സ്വന്തം CS. ഞങ്ങൾ വല്ലപ്പോഴും CS പിള്ളേർ എപ്പോഴും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ സ്വപ്ന മിസ്. ഞങ്ങളുടെ സ്വപ്ന മിസ്. ഇതാണ് ഞങ്ങളുടെ രാഖി മിസ്. ഇത് ഞങ്ങളുടെ ഇന്ദുലക്ഷ്മി മിസ്. രാഖി മിസ് ഞങ്ങൾക്ക് കെമിസ്ട്രി എടുക്കുന്നത്. ഇന്ദുലക്ഷ്മി മിസ് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, നല്ല ഫിസിക്സ് പഠിപ്പിക്കുന്നു. സ്വപ്ന മിസ്, ഐന മിസ്, ഞങ്ങളുടെ എല്ലാം CS. ഇതിൽ സംസാരിക്കാം. കമോൺ. സുഖമാണ്. വളരെ അപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഉദ്ദേശിച്ചതാണ്. അല്ല നമ്മൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇതായിട്ടിരിക്കണ്ടേ. എപ്പോഴും അതിൻ്റേതായ രീതിയിലേ ഇരിക്കാറുള്ളൂ ക്ലാസ്സിനൊക്കെ. ബാക്കി എല്ലാ സ്ഥലങ്ങളും പിന്നെ എന്താണ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ്സൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ക്ലാസ് 12-ലുള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ ഹെഡേക്കൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. നിങ്ങൾ ഇത് ലൈക്ക് ഭയങ്കര ആത്മാർത്ഥതയോടെ പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊന്ന് വൈബ് പിള്ളേരാണ് 12-ലുള്ളത്. നമുക്ക് വൈബുണ്ട്, പഠിപ്പിക്കാനായിട്ടൊരു വൈബുണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയാണ്? ഇവിടെ പ്രോഗ്രസ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടല്ലോ. പ്രോഗ്രസിൻ്റെ റിപ്പോർട്ട് കാർഡൊക്കെ ഞാൻ ഇട്ടിരുന്നു. അതെ, ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മിസ്സും സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞങ്ങൾ കരുതുന്നു. ഹായ് മിസ്. മിസ് ഇപ്പോൾ കറൻ്റ്ലി നോട്ട്ബുക്ക് ചെക്കിങ്ങിലാണെന്നാണ് എൻ്റെ ഒരു മാത്സ് ഒക്കെയാണ്. ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നേ. എനിക്ക് മിസ്സിനെ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ +1 ഇവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ എനിക്കറിയാം, ഞാൻ പണ്ട് തൊട്ടേ ഇവിടെയാണ്, LKG തൊട്ടേ ഇവിടെ പഠിക്കുന്നതാണ്. ചോദിക്കൂ. അതെ, മിസ് ഇപ്പം മാത്സ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് എന്തുവാ? മിസ് ആക്ച്വലി ഫിസിക്സ് ആണല്ലോ പഠിപ്പിക്കുന്നത്. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല, വൈബാണ്. പിള്ളേരൊക്കെ എങ്ങനെ? നമുക്ക് രാഗി മിസ്സിൻ്റെ അടുത്തോട്ട് പോവാം. രാഖി മിസ് എന്ന് പറയുമ്പോൾ ഡെയിലി ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. ഡെയിലി ടെസ്റ്റ് പേപ്പർ ആണ്. ഞാൻ എപ്പോൾ നോക്കിയാലും സയൻസ് സാർ അവിടെ നിന്ന് പറയും, അയ്യോ ഇന്നലെ കെമിസ്ട്രി ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ഞങ്ങളെന്തോ ചെയ്യും. അങ്ങനൊന്നും അല്ല. ഈ പിള്ളേർ വല്ലപ്പോഴേ ക്ലാസ്സിൽ കയറാറുള്ളൂ. ഇവര് +1 കറങ്ങിയടിച്ച് നടന്നായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് ഫ്രീ ആയിട്ട് എൻജോയ്മെന്റ്. അതാ. അപ്പം എങ്ങനെയുണ്ട് മിസ്? +2 പോർഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ? കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത റിവിഷൻ ഞങ്ങൾ റിവിഷൻ ടൂർ ചെയ്യാൻ പോവുകയാണ്. ഇനി ഇവർ പഠിക്കൂ, അവരൊക്കെ പഠിക്കും. അതാ നിങ്ങളെ പഠിക്കുക, നിങ്ങളെ ഉഴപ്പാ. അതൊക്കെ ഞങ്ങൾ വരും. അതാ ഇല്ലയോ? അതാ മിസ്സാണ്. മിസ് എന്ന് റിവിഷനാണ്. നിങ്ങൾ ഇപ്പോഴും എഴുത്തില്ല, ഞങ്ങളിപ്പോൾ റിവിഷനാണ്. അറിയാവോ? ഞങ്ങൾ തീർക്കുമല്ല.
ഞങ്ങൾ പൊളിക്കും. അതാ ബോർഡൊക്കെ സെറ്റ് ആണ്. ഇല്ല കണ്ടോ? അതാ സയൻസ് പിള്ളേരെ അറിയാത്തോണ്ടാ ഞാനല്ല അറിയുന്നത്. അതൊക്കെ ചുമ്മാതാ. അപ്പം എന്നാ അങ്ങോട്ട് പോട്ടെ മിസ്. ശരി എന്നാ. പ്രീതി മിസ് വലിയൊരു വർക്കിലാണെന്നാണ് നമുക്കിപ്പം നോക്കിയിട്ട് മനസ്സിലാവുന്നത്. പ്രീതി മിസ് സുഖമായിട്ടിരിക്കുന്നു. CVP റിപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പുതിയതായിട്ട് സ്പെക്സ് ഒക്കെ വെച്ച് ഭയങ്കര ഒരു പ്രൊഫഷണൽ ലുക്കിലിരുന്ന് വർക്ക് ചെയ്യുകയാണ്. ഭയങ്കര വർക്കാണ്. രാവിലെ പ്രായം ചെന്നില്ലായോ? നിങ്ങളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാണോ? മിസ് അതെ, അവർക്ക് പീരീഡ് ഫുൾ എൻജോയ്മെന്റ് ആണ്. അതാണ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും മിസ് പോർഷനെല്ലാം തീർത്തിട്ടുണ്ട്. അതാ മിസ് എല്ലാത്തിലും ആക്റ്റീവ് ആക്ച്വലി. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഉഴപ്പായിരുന്നു +1. അതെ, വേറെ ഒന്നുമില്ല. ഇതാണ് മെയിൻ ഇപ്പോഴത്തേത്. തീരും ഇപ്പോഴും കാണും. ഇത് രഞ്ജു മിസ് ആണ്. കൊച്ചു ക്ലാസ്സിലൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. 7 വരെ പഠിപ്പിക്കില്ലേ? 8 പഠിപ്പിച്ചു. എന്നെ കൊച്ചു ക്ലാസ് മൊത്തം കമ്പ്യൂട്ടർ പഠിപ്പിച്ച മിസ്സാണ്. മൊത്തം കമ്പ്യൂട്ടർ പഠിപ്പിച്ച ഞാനാണ്. അവരുടെ അമ്മ വരെ പറയും. ഇപ്പം ഞാൻ കൊച്ചു ക്ലാസ് തൊട്ട് മിസ്സിൻ്റെ മോൻ ഭയങ്കര പരിചയമാണ്. അപ്പം രഞ്ജു മിസ് എന്ന് പറയുമ്പോഴേ ഒരു ക്യൂട്ട് ഫേസ് ഓർമ്മ വരുന്നത്. മിസ് എപ്പോൾ ലാബിൽ കണ്ടാലും മിസ് വിളിക്കും, സംസാരിക്കും. നമ്മൾ സംസാരിച്ചായിട്ടേ പോകാറുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതാ ആശ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത്. ഇപ്പം എന്താ ചെയ്യുക? ഒരു വർക്ക് ചെയ്യുക. എപ്പോഴും വർക്കാണ്. ടീച്ചിങ് മാത്രമല്ല, നമുക്ക് ബാക്കിയും വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പം അവരുടെ വർക്ക് അടക്കട്ടെ, നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവാം. അപ്പം അതായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ ലാബ്. ഇനി നമുക്ക് +2 അങ്ങ് പോവാം. ഇടിച്ചു കയറി ചെല്ലോ. ഞങ്ങളൊന്നും ക്ലാസ്സിൽ ഡാൻസില്ലാത്ത പിള്ളേർ. അതാ ഡാൻസിൽ ഞങ്ങൾ എസ്കേപ്പ് അടിച്ചെടുക്കും. അതാ ഇപ്പൊ പ്രാക്ടീസിന്റെ ഇടയ്ക്കെങ്ങാനും ചെന്ന് കയറിയ കിട്ടുന്നല്ല. സുമിത മിസ്, ഹായ്. ഹരിയ മിസ്. മിസ് ഞങ്ങളിവിടെ വന്നായിരുന്നു, അപ്പൊ മിസ് ഇല്ലായിരുന്നു. പ്രിൻസിപ്പൽ ആണോ? ഇതാണ് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ സുമിത മിസ്. എന്നെ +1 ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇവരെയൊക്കെ നേരത്തെയും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മിസ് ഭയങ്കര വൈബാട്ടോ. മിസ് ബോയ്സിനെയൊക്കെ ഊക്കും. അതെ, നൈസ്. കേൾക്കാൻ നല്ല രസമാണ്. അതാണ് ഹൈലൈറ്റ്. ശരി, മലയാളം പറഞ്ഞാലും മിസ് ഇംഗ്ലീഷ് പറയുന്ന പോലാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയ്യോ എന്റെ കാര്യം. ഇതാണ് ഞങ്ങളുടെ +2 ക്ലാസ്. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ഒക്കെ നടക്കുന്നത്. കണ്ടോ ഓടിച്ച്. എക്സ്ക്യൂസ് മീ ഗൈസ്. ഹായ് ഗൈസ്. സ്കൂൾ ടൂർ ചെയ്യുമ്പം ക്ലാസ് +2 കൂടെ ഒന്ന് ടൂർ ചെയ്യാൻ പോവാണ്. Yeah. നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാരും ഓടരുത്. എല്ലാവരുടെ മുഖം എന്താണേലും ഓടി. എല്ലാവരും ഓടിയിട്ടുണ്ട്. പ്രാക്ടീസ് ഒക്കെ നടക്കും. ഭയങ്കര പ്രാക്ടീസ് ആണ്. ഇങ്ങനൊക്കെ വരുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇതോ കമന്ന് കിടക്കുന്ന നിരഞ്ജന. വർഷ എന്ത് ചെയ്യാ? വർഷ ഞങ്ങളുടെ വെച്ച് പോവേണ്ടി വന്നു. ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വരാൻ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള മെയിൻ ആൾക്കാർ. അപ്പൊ അവരൊക്കെയാണ് മെയിൻ. പിന്നെ ഇവര് പിന്നെ ഡബിൾ മെയിൻ. മേഘ പുറകെ ഒന്ന് വിളിച്ചിരിക്കുന്നുണ്ട്. പ്ലീസ് ക്യാപ്ചർ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ +2. അതെ, അപ്പം അടുത്ത ക്ലാസ്സിലോട്ട് പോകാം. അടച്ചോ ഡോർ അടച്ചു. ഇതാണ് 6th സ്റ്റാൻഡേർഡ്. രാഗി മിസ്സിനെ കണ്ടില്ലേ? മിസ് ഇവിടുത്തെ ക്ലാസ് ടീച്ചറാണ്. അപ്പം മിസ് ഒരിക്കലും കെമിസ്ട്രി പീരീഡ് ലേറ്റ് ആവാറില്ല. അപ്പൊ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു വന്നാൽ മതി. പിന്നെ ഞങ്ങളുടെ കൊമേഴ്സ് +2 കൊമേഴ്സ്. ഇവരുടെ സ്വന്തം എന്ന് അറിയപ്പെടുന്ന +2 കൊമേഴ്സ് ക്ലാസ്. ഇത് 7th. ഭയങ്കര ഒച്ചയാണ് ഇവിടുത്തെ ബെല്ലിന്. ഞെട്ടും കേട്ടാ. ഉറങ്ങിക്കൊണ്ടങ്ങാണ് ഇരിക്കാൻ ഞെട്ടും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊമേഴ്സ് ക്ലാസ് ഞങ്ങളുടെ കീഴിൽ ആണ്.
അവിടെ ഇരിക്കുന്ന നീതി മിസ്സാണ്. നീതു മിസ്. നീതു മിസ്സിന് പേര് പോലും അറിയത്തില്ല. പേര് പോലും അറിയത്തില്ല. നീതു മിസ് സാൻസ്ക്രിറ്റ് ആട്ടോ പഠിപ്പിക്കുന്നത്. ഹരിയ മിസ് സാൻസ്ക്രിറ്റ് പഠിപ്പിക്കും. അയ്യോ എൻ്റെ ചെവി. മേളി +1 ആണ്. ഞങ്ങൾക്ക് കുറച്ചൊരു ഖേദമുണ്ട് +1 പിള്ളേരെ മേളിലാക്കിയതിന്. യെസ്. അവിടെ എന്തോ നടക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അവിടുത്തെ പിള്ളേരെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അവിടെ മാത്സ് ആണ് തോന്നുന്നു. ഇപ്പൊ ബ്രേക്കായി. ബ്രേക്കായി. ഇതാണ് +1 മാത്സ് ടീച്ചർ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഹലോ ചോദിക്കട്ടെ. വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് +1 ക്ലാസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇതാണ് പ്ലസ് പിള്ളേരൊക്കെ സയൻസ് ബാച്ച്. മാത്സ് പ്രോബ്ലം ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കും. കമോൺ മിസ്, എങ്ങനെ പോകുന്ന ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ആക്റ്റീവായിട്ടെല്ലാം ചെയ്ത് ആൻസറൊക്കെ പറയുന്നുണ്ട്. കൊമേഴ്സുകാർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഓൺലി 1 അപ്രീഷിയേറ്റ് ചെയ്യുന്നു. യാ IP എന്നൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് മാത്സ് എടുക്കുന്ന ഇറ്റ് ടേക്സ് കറേജ്. അവള് പോലും അത് എടുത്തിട്ടില്ല. സത്യം. പിന്നെ അവരെല്ലാം സയൻസാ. യാ ഇരിക്കുന്നതാണ് സ്പോർട്സ് സെക്രട്ടറി. അവിടെ ഇരിക്കുന്നതാണ് സ്പോർട്സ് സെക്രട്ടറി. ഇത് ഹെഡ് ഗേൾ ആണെന്ന്. ഹെഡ് ഗേൾ അല്ലേ? അപ്പം ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ശരി മിസ്. ഈ പിള്ളേരൊക്കെ ഞങ്ങൾക്ക് വലിയ മൈൻഡൊന്നും തരാറില്ല. സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഭയങ്കര ബഹളം. ഇത് 6P ആണ്. ഇവിടെ എന്തോ കാര്യമായിട്ട് ക്ലാസ് ടീച്ചറായിട്ട് ഭയങ്കര ഇന്ററാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേര്. അപ്പൊ ഇവര് ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ്. ക്ലാസ് ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. ഇത് +1 കൊമേഴ്സ്. ഇവിടെ മിക്കവാറും എല്ലാം പണ്ട് ലാബായിരുന്നു. അപ്പം ഇത് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ലാബിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ബാലൻസ് റൂം എന്ന് എഴുതിയിട്ടുണ്ട്. ഷീജ മിസ് ആണ് അവിടെ ഇരിക്കുന്നതാണ്. ഷീജ മിസ് ഞങ്ങളുടെ മ്യൂസിക് മ്യൂസിക് എന്നെ ഭയങ്കര കാര്യം. എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഹായ് ഹായ് ഹലോ സുഖല്ലേ? ഹായ്. ഒന്നുമില്ല മിസ്, പേടിക്കണ്ട. ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നേ. വീഡിയോ മിസ് ഒരു പാട്ടങ്ങ് ആലാപിക്കുക. മിസ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടും. മിസ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞ് മിസ്സിന് മറ്റുള്ളവരോട് ഇഷ്ടക്കുറവൊന്നും ഇല്ല. പിന്നെ സുഖമാണോ? സുഖം. നമുക്ക് ആനുവൽ ഡേ അല്ലേ പൊളിക്കണ്ടേ? തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കണം നമുക്ക്. എന്നെ കുറിച്ച് കുറച്ച് വാക്കുകൾ കേൾക്കട്ടെ. സത്യം മാത്രമേ പറയാവൂ. മിസ് എപ്പോഴും സത്യം മാത്രമേ പറയാവൂ. നന്നായിട്ട് പാടും. പറയുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് വരും. വളരെ ഗുരുത്തമുള്ളൊരു കുട്ടിയാണ്. ക്ലാസ് കെട്ടിയാൽ ഹെൽപ്പ് ചെയ്യും. പിന്നെന്തുവാ? പിന്നെ എൻ്റെ ആർഷക്കുട്ടി, അവള് നല്ല വെച്ചാൽ. മിസ്സിനെ എപ്പോ കണ്ടാലും മിസ്സിന്റെ മുഖത്തൊരു ചിരിയുണ്ട്. അപ്പൊ തന്നെ നമുക്കൊന്ന് സംസാരിക്കാൻ തോന്നും. ഇത് 8th സ്റ്റാൻഡേർഡ് ആണ്. അപ്പം പിള്ളേരൊക്കെ ഇന്റർവെല്ലായിട്ട് എന്തോ മുട്ടായി എന്തോ ചേർട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ അടി അടക്കം കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോട്ടെ. ഡാൻസ് ടീച്ചറാണ്. അടുത്ത ടീച്ചർ നമ്മുടെ സഹോദരക്കൊക്കെ പോയി പ്രൈസ് ഒക്കെ വായിച്ച് തിരുവാതിരയ്ക്ക്. അതെ, CBSE സഹോദയ കലോത്സവത്തിന്. അതെ. നമ്മള് ആനുവൽ ഡേക്ക് പുതിയ പരിപാടികളായിട്ട് ഇറങ്ങുകയാണ്. ആനുവൽ ഡേ എന്തൊക്കെയാ? ആനുവൽ ഡേക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഈ കുട്ടികൾ എനിക്ക് ഏറ്റവും നല്ലൊരു അസറ്റായിരുന്നു. ഇവർ പോകുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം ഞങ്ങൾ ഇപ്രാവശ്യവും സഹോദയക്ക് പോയിട്ട് ഇവർ തിരുവാതിരയ്ക്ക് വിന്നറായിരുന്നു. ഒരുപാട് സ്കൂൾസുമായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്തത്. അപ്പോൾ അതിലൊരു പ്രൈസ് വരെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു എനിക്ക്. ഇവരിലൂടെ ഞാനും വളരുന്നു, എന്നിലൂടെ അവരും വളരുന്നു. കഴിഞ്ഞ വട്ടം പോയായിരുന്നു. കഴിഞ്ഞ വട്ടം തേർഡ് കിട്ടി. ഇപ്രാവശ്യം ഞങ്ങൾ സെക്കൻഡ് കിട്ടി. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഫസ്റ്റ് അടിക്കും. ഫസ്റ്റ് അടിച്ചിരിക്കും ഇല്ലേ? ഇത് ഇത്രാം ക്ലാസ്സിലെ പിള്ളേരാ? 10th B പിള്ളേരൊക്കെ നിങ്ങൾ കണ്ടാണ്. എല്ലാം ഓടിയിട്ടുണ്ട്. നമുക്ക് ഓടാം. ഇതെന്തുവാ? 9th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. ഈ ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് ഏതോ ഒരു ക്ലാസ് അറിഞ്ഞു. വേറെ അല്ലയോ? ഏതോ ഒരു ക്ലാസ്.
നമുക്ക് ഇനി മേളിലോട്ടൊന്നും ഇല്ല, താഴെപ്പോ. അതാ ഇനി നമുക്ക് അപ്പുറത്തെ ബിൽഡിംഗ് ഇപ്പോ. ആ അപ്പുറത്ത് ഞങ്ങളുടെ പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് ഈ വർഷം ഈ വർഷം സ്റ്റാർട്ടിംഗ് ഇറങ്ങാൻ പോകുമ്പോ പുതിയ ബിൽഡിംഗ് വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ +2 അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹോപ്പൊക്കെ ചെയ്തു, പക്ഷെ ചുമ്മാ ആയിരുന്നു. ആക്ച്വലി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇന്ന ഒരു വ്യൂ കാണാം ബിൽഡിങ്ങിന്റെ. നീ അങ്ങോട്ട് പോവില്ലായിരുന്നോ? ഇത് കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ ന്യൂ ബിൽഡിംഗ്. നമുക്ക് അങ്ങോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാം. ഒളിച്ചാണ്. പ്രീതി മിസ് ഇന്റർവെല്ലിന്റെ ഡ്യൂട്ടിയിലാണ്. അതാണ്ട് പ്രീതി മിസ് ഡ്യൂട്ടിയിലാണ്. പഞ്ചലാണ്, അപ്പൊ തന്നെ വരും, ബെല്ലടിക്കുമ്പോഴേ വരും. നമ്മൾ വീണ്ടും രശ്മി മിസ്സിനെ കണ്ടു. രശ്മി ജീവി മിസ് ഹലോ. അവിടെ നിന്ന് കറങ്ങി ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ കറക്റ്റ് എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ്. അതാ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. +2 ഇംഗ്ലീഷ് പഠിപ്പിക്കാം. മിസ് പിന്നെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് മിസ് ഇവിടെ എപ്പോഴും കാണും. അതാ സകലകലാ വല്ലഭിയാണ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, യോഗ ചെയ്യും, യോഗ ചെയ്യും, എന്തൊക്കെയാണെന്നറിയാവോ? മാർഗ് തരണേ. ഇതാണ് ഞങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഇവിടെയാണ് സ്പോർട്സ് ഡേ എല്ലാം നടക്കാൻ പോകുന്നല്ലേ? ആയിരിക്കും. സ്പോർട്സ് ഡേ ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം പിള്ളേരുടെ സ്പോർട്സ് ഡേ ഈ ആഴ്ച അല്ലെ നെക്സ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പോസ്റ്റ്പോൺ ആയിപ്പോയി. അവിടെ ഞങ്ങൾ ഫുട്ബോൾ കളിക്കും, പിന്നെ ക്രിക്കറ്റ് ഒക്കെ കളിക്കാറുണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര റയറായിട്ട് കളിക്കാറുള്ളൂ. ആളെ കിട്ടാറില്ല. പക്ഷെ ഇവരെപ്പോഴും ഷട്ടിൽ കളിക്കുന്നത്, എന്നിട്ട് ടാൻ അടിച്ചിട്ട് വരും. അതാണ് ഇവരുടെ പണി. ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട്. ഇവളൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആട്ടോ. പണ്ടെപ്പോഴും, പക്ഷെ ഇപ്പോഴും കളിക്കും. വല്ലപ്പോഴും. ബോള് തരത്തില്ല പിള്ളേർക്ക്, ഭയങ്കര കൂടുതൽ പൊക്കിയ പിന്നെ അങ്ങ് ജാട. പിന്നെ ഓണത്തിന് വലിയ തിരുവാതിരയൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും സ്റ്റുഡൻസും പേരൻസ് ഒക്കെ ആയിട്ട്. അതൊക്കെ ഇവിടെ ഇവിടെ ഇറങ്ങിയ ടാൻ അടിക്കും. +2ന്റെ പരിപാടിയൊക്കെ ഇവിടെ വെച്ചായിരുന്നു നടക്കേണ്ടത്, പക്ഷേ മഴയായതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ബസ്, ഞങ്ങളുടെ ബസ് ഇതൊക്കെയാണ്. ഇത് എന്റെ ബസ് അല്ലേ? അല്ല, എന്റെ ബസ് അല്ലേ? അതാണ് എന്റെ ബസ്. ചുമ്മാല ഇവിടെ നടന്നു പോകുന്നതിന്റെ ചാടം. അതാ ഞാൻ നടന്നാട്ടോ പോകുന്നത്, എന്റെ വീടിന്റെ അടുത്താണ്. എല്ലാരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. ഹലോ. ഇത് ക്യാമ്പസിന്റെ ലേഔട്ടാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ കറന്റ് ഇവിടെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അത് സീമ മിസ്സാണ്, മലയാളം പഠിപ്പിക്കുന്ന മിസ്സാ. മിസ് മുഖം തരുന്നില്ല, എന്നാലും മിസ്സിന്റെ ചിരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റോബോട്ടിക് ലാബിന്റെ ഇനാഗുറേഷൻ ആണ് ഇരുന്നത്. അപ്പൊ പ്രിൻസിപ്പൾ അവിടെ സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ പാർക്ക് പ്ലേ ഗ്രൗണ്ട് അല്ലേ നേരത്തെ കാണിച്ചു. അപ്പൊ ഇത് പാർക്കല്ലേ? പാർക്കാട്ടോ. കേറി നിക്ക്, ഞാൻ കറക്റ്റ് കൊള്ളാം. വേണ്ടടി, കേറി നിക്ക്, കറക്കാം. കറക്കട്ടെ? കറക്കാം. ചിരി പെതുക്കെ. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? അതിനകത്ത് കേറിയ വീഴൂ. പറയാക്കത്തില്ല, നീയല്ലേ കേറുന്നേ. അടുത്തേന് ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ബിൽഡിങ്. സുമാമിസ് കെമിസ്ട്രി പഠിപ്പിക്കുന്ന മിസ്സാണ്. സുമാമിസിന്റെ നുള്ളു ഭയങ്കര ഫേമസ് ആട്ടോ. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു ഉള്ളിനെ പറ്റി. പിന്നെ ഇവിടെ ഒരു ട്രാംബലീനൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് ചാടുന്നതൊക്കെ കാണാം. പിന്നെ ഇവിടെ KG സെക്ഷൻസ് ആണ്, താഴെ ഫുള്ള് LKG UKG ഒക്കെ. എന്നെ വിളിക്കുന്നു, എന്നെ ഒരു കൊച്ചു വിളിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ക്ലാസ്മേറ്റിന്റെ അനിയത്തി ആട്ടോ. ഇതാണ് ഋതു നന്ദ. എനിക്ക് ഫാൻസ് ആട്ടോ. എനിക്ക് പിള്ളേർ എല്ലാ പിള്ളേർക്കും ഇവിടെ അറിയാം. ഇവിടെ എപ്പോ കണ്ടാലും ഹായ് എന്ന് പറയാതെ പിള്ളേർക്ക് തന്നെ ഭയങ്കര കാര്യമാണ്, ക്ലാസ്സിലുള്ളവർക്ക് ഇല്ലെങ്കിലും. നേരെ സ്വഭാവം അറിയാത്തോണ്ട. ഇത് ഫസ്റ്റ് സ്റ്റാൻഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ബി അഭിരാമി മിസ്, ഗായത്രി മിസ്. ഞങ്ങളുടെ ക്ലാസ്സിന്റെ തൊട്ടപ്പുറത്തുള്ള മിസ്. പേടിക്കാതെ മിസ് ഒന്നും ചെയ്യത്തില്ല. റീല് ഷൂട്ടിംഗ് ആണ്. അപ്പം
ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യും, ബ്ലോഗ് ഇംഗ്ലീഷ് മിസ് ആണ്. ഇത് ഞങ്ങളുടെ ബസ്സിലുള്ളൊരു കൊച്ചാണ്, ഞങ്ങളുടെ 5 ബസ്സിലുള്ളൊരു കൊച്ചാണ്. അതാണോ 10 പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അനിയനാണ്. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അതോ അതെന്റെ റിലേറ്റീവാ. ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്റെ കാണിച്ചു കൊടുക്കും. ഹായ്, ഹലോ ഹലോ ഹലോ, എന്റെ റിലേറ്റീവ് ആണ്. പേരൊന്നും വരും ചേച്ചി പോട്ടെ. വേണ്ടേ വീഡിയോയിലൊക്കെ വരാനുള്ളയാ. ഇതെന്റെ കസിനാരൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ഫ്രണ്ട്സ് ആണ്. എല്ലാരും ഭയങ്കര ബിസി. അതോ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇന്റർവെല്ലായതിന്റെ തിരക്കാന്ന് തോന്നുന്നു. ഇന്റർവെല് കഴിഞ്ഞിട്ട് അവർ ഇതുവരെ ആ മുടി ഇങ്ങനെ വെട്ടിയിട്ടേക്കും. അത് മൈക്ക് ഷൂട്ട് ചെയ്യുന്നു. ഹലോ മിസ്, എന്തേലുമൊക്കെ സുഖമാണോ? സുഖമല്ലേ? പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചിന്മയ വിദ്യാലയത്തിലേക്ക് നിങ്ങൾ വന്നില്ലേ? നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷവും നല്ല ടീച്ചേഴ്സ്, പിള്ളേർ, കുട്ടികളാണെങ്കിലും നല്ല അങ്ങനെ പറയാനില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയുക. അതാണ് ചിന്മയ. വി സ്റ്റാൻഡ്സ് ആർ വൺ ഫാമിലി. അതാണ് എൻ്റെ ലൈഫ് ഇവിടെയാണ്. ഇത് 13ാമത്തെ വർഷം. നമ്മുടെ സീനിയർ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പോഴും യങ്സ്റ്റേഴ്സ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഈ കുട്ടി സപ്പോർട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ലൈക്ക് കിഡ്സിൻ്റെ കൂടെ, കൊച്ചുങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ നിൽക്കുക, അവർ വളരുന്ന ആ ഒരു ഇത് കാണുക. പോസിറ്റീവ് വൈബാണ് ഇവിടെ. എല്ലാവരും, എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. ശരി, എൻ്റെ ഫാൻസ്, മൈ ഫാൻസ്. നമുക്ക് പ്രത്യേകിച്ച് ഫാൻസ് ഉണ്ട്. അയ്യോ, മൈക്ക് എങ്ങനെ വെക്കുന്നേ? ആ വെച്ച്. വിയർത്തടി, ചൂടാണ് ഇവിടെ. സ്റ്റാഫ് റൂമിൽ ആരെങ്കിലും ഉണ്ടോ? സ്റ്റാഫ് റൂമിൽ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് ആരാ? അനിരുദ്ധ് സാർ മിക്കവാറും ഇവിടെ കാണാറുണ്ട്. ഞങ്ങളുടെ ഒരു ടീച്ചർ ഇവിടെ മിക്കവാറും കാണാറുണ്ട്. ഇവിടെ ഇപ്പം ഇല്ല. മഞ്ജു മിസ് ഉണ്ട്. ഹായ് മഞ്ജു മിസ് ഒരു റീലിൻ്റെ ഷൂട്ട് ചെയ്യാൻ. മിസ് പേടിക്കരുത്, മിസ് ഫേമസ് ആവും. മിസ് ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. മിസ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കേട്ടോ. പിന്നെ ഹായ്. ഓടിപ്പോന്ന് എപ്പോഴും ഓടിയിട്ടുണ്ട്. ഇവിടെ തുടച്ചിട്ടുണ്ട്. ആനുവൽ ഡേ പ്രാക്ടീസ് ആണോ? പ്രാക്ടീസ് ഡാൻസ് കളിക്കുന്നു. പറക്കി എന്തൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. ഹലോ ആൻറ്റി, ഞങ്ങളൊരു വീഡിയോ എടുക്കാം. ഞങ്ങൾ സ്കൂളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വീഡിയോ എടുക്കുക. ഡാൻസ് ഉണ്ടോ? എക്സ്പേർട്ട് ഡാൻസേഴ്സ്. സിമ്പിൾ സ്റ്റെപ്സ് പഠിക്കാമോ? എടുത്തൊക്കെ എറിയുന്നുണ്ടൊക്കെ. എവിടെ പോന്ന് പിള്ളേര് കളിക്കുന്നില്ല. കളിക്കൂ. എല്ലാരും ടേക്ക് നോട്ട്സ്. ഇങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്. നമുക്ക് കളിക്കാം. മിസ് തീരാറായോ ഡാൻസ്? തന്നെ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തു. വാ ഇട്ടോ വാ. നീയല്ലേ ഡാൻസർ? അങ്ങനെയൊന്നുമില്ല. കളിക്ക്, കമോൺ. ഇങ്ങനെയൊക്കെ കളിക്കണം. എനർജി തട്ടി കളിക്കുക. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആനുവൽ ഡേ കുറച്ച് ഗ്ലിംസസ് ഒക്കെ. ഹലോ, നന്നായിട്ട് കളിക്കുക കേട്ടോ. ടീച്ചേഴ്സ് മാത്രമേ കളിക്കുന്നുള്ളൂ, നിങ്ങളെ കളിക്കണ്ടേ? ഈ ക്ലാസ്സിൽ 2 ഡാൻസ് മാച്ച്. ഒരു ഹായ് പറഞ്ഞേ ഇങ്ങോട്ട്. എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹായ് അങ്ങോട്ട് എല്ലാരും പറ.
ബാ നമുക്കിനി പോവാം. ഇവിടെ എടുത്തോ ആന്റിമാരെ അവിടെ വിളിച്ചു പോണ്ട്. എൽ കെ ജി സലില മിസ് എല്ലാവരും ഉണ്ട് കേട്ടോ. പ്രാക്ടീസ് ആയതുകൊണ്ടാണോ? ഹായ്, എൻ്റെ അടുത്ത റിലേറ്റീവ് ഉണ്ട് ഇവിടെ. എൻ്റെ കുടുംബക്കാർ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ലേറ്റ് ആയി പോയി വരാൻ. ഭാഗ്യം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ KG പിള്ളേർ, LKG പിള്ളേർ, UKG പിള്ളേരും ഉണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കാം. അതായത് ഇങ്ങോട്ട് ഹായ്. സലില മിസ് ഇപ്പോൾ KG ക്ലാസ് ഒക്കെ പഠിക്കുന്നു സാർ. ആരെയൊക്കെ വിളിക്കുന്നു. ഡാൻസിനുണ്ടോ ആനുവൽ ഡേയുടെ? ഉണ്ടോ? ഡാൻസിനുണ്ടോ? ഇല്ലേ, അറിയത്തില്ലേ. ഇവരുടെ ഡാൻസ് ആയില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും. ബൈ, ടാറ്റാ. ഇനി നമുക്ക് മേളിലോട്ട് പോവാം. അവിടെ ആരെങ്കിലും ഒക്കെ കാണും. മേളത്തെ ഫ്ലോറിൽ എൻ്റെ അനിയനുണ്ട്, മൈ ബ്രദർ, എൻ്റെ സ്വന്തം ബ്രദർ കേട്ടോ, കസിനൊന്നുമല്ല. ഇവിടെ ഞങ്ങളുടെ ആൻറ്റിമാരെല്ലാവരും മിക്കവാറും ഇരിക്കുന്നത് അവരുടെ സ്ഥലമാണ്. ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൽ വല്ലപ്പോഴും ഒക്കെയാണ് വരാറുള്ളത് കേട്ടോ. വരാൻ പറ്റിയ ഞങ്ങളുടെ ഭാഗ്യം. യെസ്. ഇത് അടുത്ത പിള്ളേർ എത്രാം ക്ലാസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. യെസ്. ഡ്രാമയുടെ ആണോ? ഇതോ അവിടെ ആ തംസ് അപ്പ് കാണിച്ച് എൻ്റെ ബസ്സിലുള്ള ഇവൻ എൻ്റെ ബസ്സിലുള്ള. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരാളുടെ കസിൻ അല്ലേ? ഹായ്, ഒരു ഹായ് ഒക്കെ പറ. എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ. ഹായ് മിസ്, ഹരിയോം മിസ്. ഇത് എത്ര? തേർഡ്. പിള്ളേരെല്ലാരും ആനുവൽ ഡേ ആ ഒരു ഇതിലിരിക്കുക. വേറൊരാള്, ആ ആള് അവിടെ കണ്ട ഒരാളുടെ ബ്രദറാണ്. എല്ലാം മനസ്സിലാക്കി എടുത്തോണേ ഞാൻ പറയുന്നത്. സെക്കൻഡ് ഡേ അതാ നമ്മുടെ മിസ്സിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വിടാതെ പിന്തുടർന്ന് വന്ന് മിസ്സിന്റെ ക്ലാസ് വരെ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ആണ് ഇവിടെ. കണ്ടുപടി, ഇങ്ങനൊക്കെ കളിക്കണം. കളിച്ച് കാണിച്ചു വിടുന്ന ഞാൻ കളിച്ചടിക്കാം. നമ്മളിങ്ങനെയൊക്കെയാണ് ഡാൻസ് കളിക്കണം. കണ്ടു പഠിച്ചോണം കേട്ടോ. ടേക്ക് ടിപ്സ്. പിന്നെ അപ്പുറത്താന്ന് തോന്നുന്നുണ്ട് അനിയൻ ആയിരിക്കും. ഇവളുടെ അനിയന്റെ ക്ലാസ് മാത്രമേ ഇവർക്ക് അറിയത്തില്ല, ബാക്കി എല്ലാവരുടെയും ക്ലാസ് ഇവർക്ക് അറിയാം. നിനക്ക് നല്ല സിബ്ലിംഗ് ബോണ്ട് ആയോണ്ട്. അതെ അതെ. അയ്യോ അതല്ലേ അവിടെ ഉണ്ടോ? എന്റെ ഇവിടെ ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും വേണം? എന്റെ അനിയൻ ഇവിടെ ഇല്ല. അയ്യോ ധീരജ് എന്ത്? ഡാൻസ് ഭയങ്കര ഡാൻസ് ആണോ? കളിച്ചപ്പോ കാണത്തില്ല. കുഴപ്പമില്ല, എനിക്കൊരു പാട്ടേ. സോ ഇതാണ് ഞങ്ങളുടെ അഞ്ജു മിസ്. അഞ്ജു മിസ്സാണ് ഞങ്ങളുടെ +2 ബോട്ടണി പഠിപ്പിക്കുന്നത്. അതെ, ഞങ്ങൾ ആരും ബയോ സ്റ്റുഡൻസ് അല്ല, അതുകൊണ്ട് എന്നാലും ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ടീച്ചറാണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. ഞങ്ങൾ പഠിക്കുന്ന ഒരാള് അങ്ങനെ തോന്നാറുള്ളൂ. മിസ് കോളേജിൽ പഠിക്കുമെന്ന് പറയത്തില്ല. പിന്നെ മിസ് നല്ല ലുക്കാണ്, നല്ല ആളാണ്. ചില ദിവസമൊക്കെ ഒരുങ്ങി വരുന്നത് കണ്ടാൽ +2 പഠിക്കാനേ പറയുള്ളൂ. അതാ. അതിന് ഒരു കാര്യം ചെയ്യട്ടെ, എൻ്റെ അനിയൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, മിടുക്കനാ. ധീരജെ ദേവികയെ പോലെ ധീരജും മിടുക്കന. അതത്ര ശരിയായിട്ടുള്ള പറച്ചിലല്ല, ബട്ട് ഓക്കെ. അവൻ എൻ്റെ അനിയൻ ഇപ്പോൾ കരാട്ടയ്ക്ക് പോയേക്കോ. എനിക്ക് അറിയത്തില്ലായിരുന്നു. അതാ ഞാൻ വലിയ ഇടിച്ച് വീഴ്ത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് പഠിക്കുന്നതാണ്. ഞാൻ അതിനേക്കാളും വലിയ കരാട്ടെ. അവളുടെ അടുത്തൊന്നും പഠിക്കാറില്ല. നമുക്ക് അപ്പുറത്തെ ബ്ലോക്കിലോട്ട് പോവാം. അവിടെ നമ്മുടെ ലാബുണ്ട്.
പിന്നെ നമ്മുടെ ലൈബ്രറി ഉണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്സ് ലാബ്. അവിടെ ആയിരുന്നു നേരത്തെ മറ്റേ ഇനാഗുറേഷൻ എങ്ങനെ നടന്നതെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ വിളക്ക്, മൈക്ക് സ്റ്റാൻഡ്. നമുക്ക് ലൈബ്രറിയിലോട്ട് പോകാം. ഇതാണ് ലൈബ്രറി. ഇവിടെ ആരുമില്ല. ഇവിടെ കുറേ ബുക്സ് ഉണ്ട്. ഞങ്ങൾക്ക് +1 സബ്സ്റ്റി ഒക്കെ ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ലൈബ്രറിയിലാണ്. കൊമേഴ്സുകാർക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവർ ഫുൾ ടൈം പഠിത്തമൊക്കെ. ബുജീസ് മാറിയ ടോപ്പറൊക്കെയാ. ആർഷാദ് ടോപ്പർ ചുമ്മാ. ഇവിടെ കുറേ ബുക്കുണ്ട്. ഞാനൊന്നും വായിച്ചിട്ടില്ല. കണ്ടാലേ അറിയാമോ? ഓരോ കാറ്റഗറി യെസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഗൈഡ് ഉണ്ട്. വരാൻ പറ്റിയ സ്ഥലമാണ്. യെസ്, എനിക്ക് ബുക്ക് ഇഷ്ടമല്ല. സെയിം പിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈബ്രറി. ഇത് എത്രയേ ഉള്ളൂ. ഭയങ്കര സ്പേഷ്യസ് ആണ് ആക്ച്വലി. നേരത്തെ മറ്റേ കെമിസ്ട്രി ലാബിൻ്റെ അവിടെ ആയിരുന്നു അല്ലേ? കെമിസ്ട്രി ലാബിൻ്റെ അവിടെ ആയിരുന്നു ലൈബ്രറി. അത് പിന്നെ റെനോവേറ്റ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങോട്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബയോളജി ലാബിൽ പോവുക. അത് ലോക്ക്ഡ് ആണ്. പക്ഷേ ഇപ്പം 0 പീരീഡ് അല്ലേ? അത് ക്ലാസ് ഒന്നും ഇല്ല. അവിടെ ഒരു അസ്ഥികൂടം ഉണ്ട്. പിന്നെന്തുവാ, പിന്നെ തവളയും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. തവളയൊക്കെ ജീവികളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ CS പിള്ളേർ ഇവിടെ വരാറില്ല. ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് പറയണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ആൻറ്റി, ഞങ്ങളുടെ അടുത്തൊരു ആൻറ്റി. ആൻറ്റി ഭയങ്കര, ഞങ്ങളെപ്പോൾ കണ്ടാലും മൈൻഡ് ചെയ്യും. ഭയങ്കര ചിരി. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൻറ്റി. ഇവിടെ വീടിൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ശരിയാണ്. ഇപ്പം നമുക്ക് റോബോട്ടിക്സ് ലാബ് അവിടെ ആണെന്നാണ് പറഞ്ഞത്. ബാക്കിൽ പുറവില് വിവേകാനന്ദ ബ്ലോക്കാണ്. അതാണ് അനിരുദ്ധ് സാർ. ഞങ്ങളുടെ ആർട്സ് സാറാണിത്. യെസ്, എല്ലാ പരിപാടിക്കും കൂടെ കാണും. അതെ. എന്തുവാ ടൂറോ? ഫുൾ ടൈം ബിസി കേട്ടോ. പുള്ളിക്കാരി ഐഫോൺ ഉണ്ട്. അവിടെ ഒരു മുയൽ. പക്ഷെ റോബോട്ടിക്സ് ലാബിൻ്റെ മറ്റേ വെച്ചേക്കുന്നത് തോന്നാം. ഞങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ് ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. അവിടെ എന്തുവാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്പോർട്സ് റൂം. ഇവിടെ ബാറ്റ്, ബോള്, ബാഡ്മിന്റന്റെ സാധനങ്ങൾ, പിന്നെ കുറെ ഫുട്ബോളൊക്കെ ഉണ്ട്. യെസ്. പിന്നെ ഡാൻസ് റൂമിൽ കയറിയിട്ടുണ്ടോ? ഞങ്ങൾ കയറിയിട്ടില്ല. എന്താന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഡാൻസ് റൂമാണ്. യെസ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പുതിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മ്യൂസിക് റൂമാണ്. ഇവിടെ എന്തുവാണെന്ന് ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ വല്ലപ്പോഴും വരാറുണ്ട്. ഇവിടെ മാത്രം എടുക്കാം. റോബോട്ടിക്സ് ലാബ് ഇനാഗുറേഷൻ കഴിഞ്ഞതിൻ്റെ കയറാം. ഇങ്ങോട്ടാണോ? നല്ല മണം, പെയിന്റിന്റെ മണം. കൊള്ളാം കേട്ടോ. ദിസ് ഈസ് അവർ റോബോട്ടിക്സ് ലാബ്. ഓ, ലൈറ്റ് കൊള്ളാം. ഇവിടെ ടെക്കോസ് അല്ലേ സ്പോൺസർ ചെയ്യുന്നത്? ടെക്കോസ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഇതാണ് സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ റോബോട്ടിക്സ് ടീച്ചർ എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി മിസ്സാണ്. ഇന്ന് മിസ് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ചൊക്കെ അറിയാം. മിസ് നല്ല വൈബാ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. മിസ് എപ്പോഴും ഞങ്ങളൊരു ചേച്ചിയെ പോലെയാണ്. ആണ്. പിന്നെ അതാണ് ഞങ്ങളുടെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. നേരത്തെ കണ്ടില്ലേ അനിരുദ്ധ് സാറിന്റെ റൂമാണിത്. ഇവിടെ പിന്നെ കുറെ പെയിന്റിങ്സും ഈ തെർമോക്കോൾ, കാർഡ്ബോർഡൊക്കെ ഇവിടെ കാണും. ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഏതായിരുന്നു മറ്റേ ഇൻഫിനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ഞങ്ങളുടെ കുറേ പെയിന്റിങ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആർട്ട് സപ്ലൈസ് ആണ് ഉള്ളത്. അയ്യോ സോറി. നമ്മുടെ സ്കൂൾ സൂപ്പർ അല്ലേ? പിന്നെ നൈസ് അല്ലേ? ഇവിടെ നോക്കിയാൽ മൊത്തം കാണാം. ഇവിടുത്തെ ഉള്ളൊരു വ്യൂ. ചില സമയത്ത് ലൈക്ക് മഴയൊക്കെ ഉള്ളപ്പോൾ ഈ ഭയങ്കര ക്ലൗഡി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സൂപ്പറാണ്. നല്ലൊരു വ്യൂ ആണ്. ഞങ്ങളൊരു പ്രാവശ്യം എക്സിബിഷന്റെ സമയത്ത് ഇവിടെ ഈ റെയിലിങ്ങിൽ നിന്നിട്ട് മഴയൊക്കെ കൊണ്ടായിരുന്നു. ഒറ്റവട്ടം ഞാൻ നിന്നിട്ടുള്ളൂ, പക്ഷെ സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇവിടെ ക്ലാസ് മതിയെന്ന്. രശ്മി മിസ് ഇങ്ങ് വന്നേ. രശ്മി മിസ് ഇങ്ങ് വന്നേ. കണ്ടില്ല. വാ ഒരു മിനിറ്റ് ഇപ്പം തരാം. ഹലോ, ഇതാണ് ഞങ്ങളുടെ രശ്മി മിസ്. എന്നെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നു. ഞങ്ങളെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച മിസ്സാണ്. യെസ്. അപ്പോൾ മിസ് എനിക്ക് ഭയങ്കര കാര്യം കേട്ടോ മിസ്സിന്. ഞാൻ അത്യാവശ്യം നല്ല ക്ലോസ് ആണ് മിസ്സിന്. ഞങ്ങളെ ഭയങ്കര കാര്യമാണ്. യെസ്, എല്ലാവരും
പിന്നെ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത്രയും വർഷമായില്ലേ, കുറേ നാളായില്ലേ ഇവിടെ നിന്നിട്ട്. ഇപ്പം മിസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? മിസ്സിന് എങ്ങനെയുണ്ട്? കുട്ടികളുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ്. കുട്ടികൾക്ക് അതുപോലെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലല്ല, ഒരു അമ്മയെ പോലെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എല്ലാവർക്കും നല്ല കാര്യം മിസ്സിന്. ഇപ്പം മിസ് ക്ലാസ്സിൽ പോവാണോ? മിസ് ക്ലാസ്സിൽ ശരി തെറ്റാ. അപ്പം ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഗ്രൗണ്ടിൽ കൂടെ സാറാണ് കേട്ടോ ഗ്രൗണ്ടിന്റെ നടുക്കുന്നത്. സാർ എപ്പോഴും നല്ല എറിച്ച് നിൽക്കുന്ന ഷർട്ടാണ് ഇടുന്നത്. പോപ്പ് കളേഴ്സ് ഇടാറ്. വിളിച്ചാ വിളി കേൾക്കാൻ കുറച്ച് പാടാട്ടോ. ഞങ്ങളെ PT പീരീഡ് കുറച്ച് കഷ്ടപ്പെടും. യെസ്, വിളിയൊക്കെ സാറിന് വിളിച്ചാ വിളി കിട്ടും. എന്താ സാർ, പിള്ളേരെ കുറച്ചൊന്നും മൈൻഡ് ചെയ്യണ്ടേ? എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ടെന്ന് മതിയോ? ഇതാണ് ഞങ്ങളുടെ റെജിൻ സാർ, PT സാർ, എല്ലാ പരിപാടിക്കും ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഉണ്ട്. പറഞ്ഞു വിട്ടുന്നു, നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ ടൂറിന് ഞങ്ങൾക്ക് ബൂസ്റ്റും ചായയും സമ്മാനമൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു. ഇവരൊക്കെ കളിയാണോ വന്നിരിക്കും കേട്ടോ. അതാ അവിടെ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ആക്ച്വലി എന്തെങ്കിലും പരിപാടി ഉണ്ടോ അറിയത്തില്ല. നേരത്തെ ഒരു ബാസ്കറ്റ് ബോളിന് പോയായിരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് ബാസ്കറ്റ് ബോൾ ടീം പോയിട്ട് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സഹോദരിക്ക്. പിന്നെ ഫുട്ബോൾ പോയില്ല, ആക്ച്വലി ഫുട്ബോൾ പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചേനെ. യെസ്. ഇപ്പം നമ്മൾ ബാക്ക് ടു നമ്മുടെ മെയിൻ ബിൽഡിംഗ് ആണ്. മെയിൻ ബിൽഡിംഗ് പറയാൻ മറന്നു, ശങ്കര ബ്ലോക്ക് ആണ് കേട്ടോ. മൊത്തത്തിൽ 4 ഹൗസാണ് ശങ്കരല്ലേ. അങ്ങനെ നമ്മുടെ ടൂർ കഴിഞ്ഞല്ലേ, നമ്മൾ എല്ലാവർക്കും എല്ലാം കാണിച്ചു കൊടുത്തു, എല്ലാവരെയും ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ തീരാൻ പോവാ. യെസ്. എന്നാലും ഇപ്പം സ്കൂൾ തീരുന്നില്ല. അത് ശരിയാ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ മാസമുണ്ട്. പക്ഷേ ലൈക്ക് അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമമല്ലേ. ഞാനിപ്പോൾ +1 ഇവിടെ വന്നേ, എനിക്ക് ഒരു 2 വർഷത്തിൻ്റെ പരിചയമുള്ളൂ ഇവരെ എല്ലാവരും. പക്ഷെ ആ ഒരു എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ വന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, വന്നതിൻ്റെ ആ ഒരു 1-2 മന്ത്സ് കൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് പരിചയപ്പെട്ട് നല്ല ക്ലോസ് ആയി. ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ വലിയ കൂട്ടല്ലായിരുന്നു, പക്ഷേ +2 ഒക്കെ ആയപ്പോഴത്തേക്കും അടിച്ച് പൊളിച്ച് സെറ്റാണ്. എല്ലാം ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഈ വീട് ഭയങ്കര ഹോംലി ആയിട്ടാണ്, സോറി സ്കൂളല്ലേ ഹോംലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, സ്കൂളാണ് ഹോംലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എൻ്റെ വീട് അടുത്താണ്, അപ്പം ജസ്റ്റ് അങ്ങനെ ഒരിടത്തോട്ട് പോകുന്ന എന്നുള്ളൊരിതില്ല, നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണെന്നുള്ളൊരു ഇതിലാണ്. ഞാനെന്തായാലും വരും കേട്ടോ, ഞാൻ വരും, നമുക്ക് കൂടാം. സോ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ, ചിന്മയ വിദ്യാലയ കൊല്ലം. വലിയ സ്കൂളൊന്നും അല്ല, പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഒരു വലിയൊരു അസറ്റാണ്. ഞങ്ങൾക്ക് എവിടെ പോയാലും ആരെ കണ്ടാലും ഒരു ഹരിയോം മിസ് എന്ന് പറയാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ കാണും. ഞങ്ങളെ ഹരിയോം എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്മയ വിദ്യാലയ അപ്പോഴേ കത്തും. ആര് കണ്ടാലും മിസ്സുമാരെ നമ്മൾ എപ്പോഴും കണ്ടാലും നമ്മൾ ആദ്യം പറയുന്ന ഹരിയോം എന്നാണ്. അപ്പോൾ അതൊരിക്കലും മറക്കത്തില്ല, അത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഇതാണ്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ. ഓക്കെ, ബൈ.